ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്ത് ഫീലിങ്സ് ആണുള്ളത്, ഇപ്പോൾ കറൻറ്റ് ഫീലിങ്സ് എന്നാണ് നമ്മൾ നോക്കുന്ന ഒന്ന്. രണ്ടാമത് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഫീലിങ്സ് എന്താണ്, ഇതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, എന്നാൽ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നമുക്കതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയാണ് നമ്മൾ ഫസ്റ്റിലെടുക്കുന്നത്. ഇതാണ് നമുക്ക് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ മൂൺ. തേർഡ് പാർട്ടി ഇപ്പോൾ ഒരു കാര്യവും തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് ഒരു കാര്യവും തുറന്ന് പറയുന്നില്ല. എല്ലാം ഒരു ഇല്യൂഷനിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്ത ലോകത്താണ് ഇപ്പോൾ തേർഡ് പാർട്ടി. പണ്ട് ഏത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയുകയും രണ്ടുപേരും കൂടെ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു കൺട്രോളിൽ നിർത്തിയിരുന്നു ഈ തേർഡ് പാർട്ടി എന്നുള്ളതാണ്. തേർഡ് പാർട്ടി എപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ ഒരു കൺട്രോളിലാണ് നിർത്തിയിരുന്നത്. പണ്ട് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുമായിരുന്നു കൃത്യമായിട്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ വ്യക്തി ഒരു കാര്യവും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമല്ല, അവരുമായിട്ട് വളരെ അകലം പാലിച്ചിരിക്കുന്നു. അവിടെ സൈലൻ്റാണ്. നിങ്ങളുടെ വ്യക്തി ഒരു കാര്യവും ഇവരോട് പറയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവരുടെ നിങ്ങളുടെ കാര്യം വരെ എല്ലാം തുറന്നു പറയുമായിരുന്നു. ഇവിടെ 6 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ് ആണ് കാർഡ് വന്നിരിക്കുന്നത്. അതായത് ഇതിനെ ഓവർകം ചെയ്യാൻ പാടുപെടുന്നു. ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്യാൻ തേർഡ് പാർട്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നു. എന്നാലും അത് വെച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ പോകുന്നത് വാളിൽ ചവിട്ടിയൊക്കെയാണ്. കാരണം വെച്ചാൽ വാളാണ്, അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന വാളാണ്. ആ ഒരു വഴിയിലൂടെ വേണം തേർഡ് പാർട്ടിക്ക് നടന്ന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് എത്തുവാൻ. അപ്പോൾ എന്നിട്ടും പോവുകയാണ്, മൂവിങ് ഫോർവേഡ്, മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം എല്ലാം സഹിച്ചും ക്ഷമിച്ചുമാണ് ഇപ്പോൾ തേർഡ് പാർട്ടി നിൽക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പാണ് അടുത്ത കാർഡ് 7 ഓഫ് വാൻസ് ആണ്. എന്നാൽ ഇവിടെ ഇടയ്ക്കൊക്കെ വഴക്കുണ്ട്. അന്യോന്യം തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ പല കാര്യങ്ങളും ഉണ്ടാകാം. സാമ്പത്തികമുണ്ടാകാം, ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പല പല പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ല തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട്. അൺഫെയ്ത്ത്ഫുൾ ആൻഡ് മാനിപ്പുലേഷനായിട്ടുള്ള ഒരു സ്നേഹം എന്ന് വെച്ചാൽ 7 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഒരു വിശ്വാസവും ഇല്ല ഇപ്പോൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നല്ല കാലം, എൻ്റെ സുവർണകാലം, ഞാൻ നേടിയെടുത്തിരുന്ന ഒരു സുവർണകാലം എനിക്കുണ്ടായിരുന്നു, ആ കാലം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. വേദനയോടുകൂടിയാണത് മനസ്സിലാക്കുന്നത്. കാരണം ഇനി എനിക്ക് ഈ ബന്ധം തുടർന്ന് എത്ര കാലം പിടിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നറിയില്ല എന്ന അവസ്ഥയിലാണ് തേർഡ് പാർട്ടി ഉള്ളത്. ഇപ്പോൾ തേർഡ് പാർട്ടി ഒരു പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടൊരു മാനിപ്പുലേറ്റീവായിട്ടുള്ള, നിങ്ങളുടെ വ്യക്തി ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തേർഡ് പാർട്ടി മാറിയിരിക്കുന്നു. തേർഡ് പാർട്ടിക്ക് ഇതാണ് അവസ്ഥ. ഓക്കെ. അടുത്തത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവ്. ഇത് തിരിച്ചു പിടിക്കണമെന്ന് തേർഡ് പാർട്ടി വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് വളരെ ചിന്തിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് വീണ്ടും പഴയതുപോലെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക. പണ്ടത്തെ എൻ്റെ ആ ഒരു നല്ല കാലം അത് അസ്തമിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുവാൻ ഈ തേർഡ് പാർട്ടി തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നു. വർക്ക് ചെയ്തിട്ട് അവർ കാത്തിരിക്കുന്നു എന്നാണ്. ഈ തേർഡ് പാർട്ടിക്ക് എങ്ങനെയെങ്കിലും വീണ്ടും ഈ വ്യക്തിയെ ഹി ഓർ ഷീ, നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ എടുത്തോളണം, അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്കത് തിരിച്ചു പിടിക്കണം എന്നുള്ള ആ അവസ്ഥയിൽ തേർഡ് പാർട്ടി നിൽക്കുന്നു എന്നാണ്. എന്നാൽ നിങ്ങളുടെ വ്യക്തിക്ക് അതിനോടിപ്പോൾ താല്പര്യമില്ല എന്ന് കാണിക്കുന്നുണ്ട്.
ഇവിടെ നിങ്ങളുടെ വ്യക്തി പിന്നെ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു നീതി വേണം, കാരണം എൻ്റെ ഭാഗത്ത് വന്ന കുറേ വീഴ്ചകളുണ്ട്. ഞാൻ സത്യം അറിയാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതാകാമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളെ നല്ലപോലെ തെറ്റിദ്ധരിച്ചിരുന്നു പിന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണവും അവർ തന്നെയായിരിക്കാം. എന്നാൽ അവിടെ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിങ്ങളായിരുന്നു ശരി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജസ്റ്റിസ് വേണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോളോയിങ് ഹാർട്ട് ആൻഡ് ഡിസൈറിങ് ലവ്. വീണ്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്കും ആ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നു എന്നാണ്. വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ പിന്നെ അതിനുള്ള എന്തെങ്കിലും മെസ്സേജുകൾ വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അടുത്തത് പേജ് ഓഫ് സോർട്സ് ആണ്. ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിങ് ലവ്. ധൈര്യം സംഭരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ ഒന്ന്. രണ്ടാമത് പുതിയ പ്രോജക്ട്സ് പിന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധം മുൻപോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുകൂടി നമുക്കിവിടെ പറയേണ്ടി വരും. കാരണം പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല കണക്ഷന് വേണ്ടിയിട്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ 2 ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. ഇമോഷണൽ ഡിസിഷൻ ആൻഡ് യൂണിയൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങളുമായിട്ട് യോജിക്കും എന്ന് തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സോൾമേറ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം അത് ഡീപ്പ് ലവ് ആണ്. പാസ്റ്റിലുള്ള മെമ്മറീസ് ഇയാളെ വല്ലാതെ ആ ഡെപ്തിലേക്ക് വീണ്ടും പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള കഴിഞ്ഞുപോയ കുറേ നല്ല നിമിഷങ്ങൾ, നല്ല പുഞ്ചിരി, അതായത് ഒരു പുഞ്ചിരിയാണ് നമുക്കെപ്പോഴും ഒരാളെ നമ്മൾ ഓർക്കുമ്പോൾ ആളുടെ ചിരിയാണ് നമ്മൾ ഓർക്കുക, അല്ലേ? ആ ഒരു ചിരി, കാരണം വെച്ചാൽ നമ്മളെ കാണുമ്പോഴുള്ള ആ സന്തോഷം, ചിരി, അത് ഒക്കെ ഇപ്പോൾ ആൾ ഓർത്തിരിക്കുന്നു എന്നാണ്. ഓക്കേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് മെസ്സേജ് തന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. ഡയറിങ് ആൻഡ് സ്റ്റാമിങ് ലവ്. അപ്പോൾ ഇത് ഡിവൈൻ്റെ ഒരു സങ്കല്പമാണെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബന്ധം ഭഗവാൻ അല്ലെങ്കിൽ ഡിവൈൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരുന്നതാണ്. എന്നാൽ ഇടയിൽ ചില സെപ്പറേഷൻസ് കാര്യങ്ങൾ വരാൻ കാരണം തേർഡ് പാർട്ടിയാണ്. ആ തേർഡ് പാർട്ടി മൂലം വന്ന കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം വീണ്ടും ഈ ചിരി മായാതെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഇതേമാതിരി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ എൻജോയ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലൈഫ് സ്വപ്നം കാണുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കൂടി നോക്കട്ടെ നമുക്ക്. അപ്പോൾ നെഗ്ലക്റ്റഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിഷമത്തോടു കൂടി ആലോചിക്കുകയാണ്. ഐ ഫെയിൽഡ് ടു ഗീവ് യു വാട്ട് യു നീഡ്. നിനക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ അത് മനസ്സിലാക്കി അത് വേണ്ട പോലെ ചെയ്തു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കുറ്റബോധം ഇപ്പോൾ ഉണ്ട്. പല കാര്യങ്ങളും ഞാൻ അവഗണിച്ചു. നിങ്ങളൊരു പക്ഷേ മെസ്സേജ് അയച്ചിട്ടുണ്ടാകാം, നിങ്ങൾ വിളിച്ചിട്ടുണ്ടാകാം, പല സന്ദർഭങ്ങളിലും നിങ്ങൾ അങ്ങോട്ട് കയറിയിട്ട്, അതായത് നിങ്ങൾ എപ്പോഴും ഒരു എന്താ പറയുക ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോഴെല്ലാം നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു റണ്ണറുടെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ട്. കാരണം കഴിയില്ല, കാരണം അപ്പുറത്ത് അങ്ങനെയായിരുന്നു, അത്രയും ബന്ധത്തിലായിരുന്നു. അവിടെ ആ സ്നേഹവും ബന്ധങ്ങളും കാര്യങ്ങളും നന്നായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ആദ്യത്തെ കാർഡ്സ് പറഞ്ഞു, സീക്രട്സ്. ഞാൻ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കതിനോട് പല കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻസ് എന്നെ അതിനനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ആഗ്രഹിച്ചു, അതൊക്കെ നീ അങ്ങനെ നിങ്ങൾ പിന്നെ വളരെയധികം ചേസ് ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകില്ല എന്നാണ് കരുതിയിരുന്നത്. നിങ്ങളൊരിക്കലും വിട്ടുപോകില്ല, അത് അവിടെ തന്നെ കാണും എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത്. നീ എന്നിൽ നിന്ന് അകന്നുപോയി. കാരണം എന്താണ്? നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ നോക്കി നിങ്ങൾ പോയി. നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ ആ ഒരു എന്താ പറയുക പ്രോസ്പെരിറ്റിക്കും വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിച്ചു. കാരണം വരുമ്പോൾ വരട്ടെ, എൻ്റെതാണെങ്കിൽ വരും, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ, ആ ഒരു മനോഭാവം അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അവിടെ ഹി ഓർ ഷീ, നിങ്ങൾ ആ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്.
എല്ലാവരും പറയും ഇങ്ങനെ ഞാൻ കാത്തിരിക്കുന്ന ഒക്കെ ഓക്കെ ശരിയാണ്, അതൊക്കെ നല്ലത് തന്നെയാണ്, ആവശ്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. എന്താണ്? നമ്മളുടെ ജീവിതം നമ്മളുടേതാണ്, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം കൊണ്ട് അടിയറവ് വയ്ക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ ചെയ്യുന്ന മഹാപരാധമാണ്. കാരണം നമ്മളുടെ സോൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നിൽക്കേണ്ട ഒരു സോളാണ്. നമ്മൾക്ക് ചിന്താശക്തിയുണ്ട്, നമുക്കെല്ലാ അവയവങ്ങളുമുണ്ട്, നമ്മൾക്കെല്ലാ സ്വാധീനങ്ങളുമുണ്ട്. എന്നിട്ടും നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടിയറവ് പറഞ്ഞ് അവരുടെ മുമ്പിൽ എന്തിനാണ് അങ്ങനെ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആയിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളിപ്പോൾ ഇതുപോലെ ടാരോട്ട് റീഡിങ് കേട്ടിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈൻ കോഡ്സ് കേട്ടിട്ടാകാം, അല്ലെങ്കിൽ അതേമാതിരിയുള്ള ആരുടെയെങ്കിലും ഉപദേശമാകാം. എന്തു തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലെവലിലേക്ക് പോയി. അത് ഈ ആൾക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കി എന്നാണ് കാണിക്കുന്നത്. കാരണം ആൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. എന്നുവെച്ചാൽ എന്നും അവിടെ ഉണ്ടാവും. ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പോവില്ല, അതെപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ കൂടെ ഉണ്ടാവും. ആ രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കാണുന്നു നിൻ്റെ സൈഡിലുള്ള നിൻ്റെ ആ ന്യായം, നിൻ്റെ നീതി ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ. അന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പോവുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പോകും, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല കേട്ടോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു കാണും, എന്നാൽ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അത്ര ഒരു ഉറപ്പായിരുന്നു നിങ്ങൾ പോവില്ല എന്ന്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായത് നിൻ്റെ ഭാഗമായിരുന്നു സത്യവും ന്യായവും ഉണ്ടായിരുന്നത്. നീ പറഞ്ഞതായിരുന്നു ശരി, നീ ആയിരുന്നു ശരി. അതാണ് നമ്മളതൊരു തിരിച്ചറിവാണ്. നമ്മളാർക്കും നമ്മളെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഞാനാണ് ശരി എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് ഞാനാണ് ശരി കേട്ടോ, ഞാനാണ് ശരി, അവരല്ല കേട്ടോ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. തിരിച്ചറിഞ്ഞു വരും. സമയമാകുമ്പോൾ നമ്മളിലേക്ക് തന്നെ ആ തിരിച്ചറിവ് കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് എത്തും എന്നാണ്. ഇവിടെ വളരെയധികം ഓർമ്മയുണ്ടാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ് മീ. ഇത് എന്നെ വല്ലാതെ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ വളരെ സ്ട്രെസ്സിലാണ് ആളുള്ളത്, വളരെയധികം സങ്കടത്തിലാണ് ആളുള്ളത്. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. വളരെയധികം ഞാൻ അതിൽ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഡേ ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ. ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും ശരി, നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇയാൾക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. കോൺവെർസേഷൻ. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിൻ്റെ ഒച്ചയൊന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളൊന്ന് സംസാരിക്കാൻ ഇപ്പം നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു എനർജി പോലെ വരും. നിങ്ങൾ എത്ര പേർക്കത് റെസനേറ്റ് ആവുന്നു എന്ന് നോക്കുക. ചിലർക്കിത് കിട്ടുന്നുണ്ടാവും, കാരണം നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകണം. കാരണം ഇത്രയും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നല്ല ഒരു ഔട്ട്കമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇനി എന്താണ് നിങ്ങളുടെ പ്രോസ്പെക്റ്റിൽ എന്താണ് നിങ്ങൾക്ക് ഡിവൈൻ തരാൻ പോകുന്നത് എന്ന് നോക്കിയാൽ ദ സൺ ആണ്. ലോങ് ടൈം ആൻഡ് ഹാർമണിയസ് ലവ്. അപ്പോൾ എല്ലാ പ്രോസ്പെരിറ്റിയും അതല്ലെങ്കിൽ എല്ലാ അബണ്ടൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ആ സക്സസ്സും നിങ്ങളുടെ സ്നേഹവും, അതായത് ഫാമിലി ആയിട്ടാണ്. ചിലപ്പം മാരീഡ് നടക്കാതിരുന്ന ആൾക്കാരാണെങ്കിൽ അത് മാരീഡ് നടക്കാൻ പോകുന്നു. ഇനിയിപ്പം നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരുമിക്കാൻ പോകുന്നു. ഒരു ന്യൂ ബിഗിനിങ്ങാണത്. ന്യൂ ബിഗിനിങ് അല്ല, റീയൂണിയനാണ്. അപ്പോൾ യെസ്, ന്യൂ ബിഗിനിങ് റീയൂണിയൻ. അപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഇതുപോലെ വന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കും വളരെ ഒരു ശുഭപ്രതീക്ഷ അതവർക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പലരുടെയും കമൻസിൽ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാം നല്ലതിനാവട്ടെ, ശുഭമാകട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.